കണ്ണൂർ തലശ്ശേരിയിൽ പണിതീരാത്ത കെട്ടിടത്തിൽ സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് സേലം സ്വദേശി ധനകോടിയാണ് കൊല്ലപ്പെട്ടത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ഭർത്താവ് അമ്പായിരത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മദ്യപാനത്തെ ചൊല്ലിയുള്ള തർക്കം കൊലപാതകത്തിലെത്തിയെന്ന മൊഴി. അരും കൊല നടന്നത് 6 മാസം മുൻപ്. നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിൽ തമിഴ്നാട് സ്വദേശിനിയുടെ അസ്ഥികൂടം കണ്ടെത്തിയ സംഭവത്തിലാണ് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത്. ജൂബിലി റോഡ് കാന്തലാട്ടുപള്ളിക്കു സമീപത്തെ കെട്ടിടത്തിൽ ലിഫ്റ്റ് സ്ഥാപിക്കാനെടുത്ത കുഴിയിൽ നിന്ന് വെള്ളിയാഴ്ചയാണ് സേലം സ്വദേശിനി ധനകോടിയുടെ അസ്ഥികൂടം കണ്ടെത്തിയത്. അന്നുതന്നെ ഭർത്താവ് അമ്പായിരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തി. വഴക്കിനെ തുടർന്ന് മദ്യലഹരിയിൽ ഭാര്യയെ കുഴിയിലിട്ട് തലക്കടിച്ചു കൊന്നെന്നാണ് നിഗമനം. ഏകദേശം 6 മാസം മുൻപാണ് കൊലപാതകം നടന്നത്. ആക്രി സാധനങ്ങൾ വിറ്റ് ഉപജീവനം നടത്തുന്ന ദമ്പതികൾ വളരെ കാലമായി കേരളത്തിലായിരുന്നു. ധനകോടിയെ 6 മാസമായി കാണാനില്ലായിരുന്നു. ദമ്പതികളുടെ മക്കൾ കഴിഞ്ഞ ദിവസം അന്വേഷിച്ച് കേരളത്തിലെത്തി. ധനകോടിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ 17,000 രൂപയും കൊടുത്ത് സേലത്തേക്ക് മക്കളെ ട്രെയിനിൽ കയറ്റിവിട്ടെന്ന് അമ്പായിരം പോലീസിനോട് പറഞ്ഞു. മക്കൾ ആവർത്തിച്ചു ചോദിച്ചതോടെ ധനകോടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിനടുത്തെത്തിച്ച് കടന്നുകളയാൻ ശ്രമിക്കുകയായിരുന്നു. പിന്തുടർന്ന് പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ ബഹളമായി. തുടർന്ന് വാർഡ് കൌൺസിലർ അറിയിച്ചതനുസരിച്ചെത്തിയ പോലീസാണ് അസ്ഥികൂടം കണ്ടെത്തിയത്. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. തലക്കേറ്റ ശക്തമായ ക്ഷതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വസ്ത്രങ്ങൾ കൊല്ലപ്പെട്ട ധനകോടിയുടേതാണെന്ന് മക്കൾ തിരിച്ചറിഞ്ഞു. സ്ഥിരീകരിക്കാനായി DNA ടെസ്റ്റ് നടത്തും. ഇതിനായി മക്കളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. പ്രതി അമ്പായിരത്തിന്റെ ഷർട്ടിൽ നിന്നും രക്തക്കറകളും കണ്ടെത്തിയിട്ടുണ്ട്. ദീർഘകാലമായി പുതിയങ്ങാടിയിലായിരുന്നു ദമ്പതികളുടെ താമസം. 6 മാസം മുൻപ് ഒരിക്കൽ ഇരുവരും കലഹിക്കുന്നത് കണ്ട് നാട്ടുകാർ ഇടപെട്ടിരുന്നു. അമ്പായിരം വാങ്ങിവെച്ച മദ്യം ധനകോടി കുടിച്ചതിന്റെ വിരോധത്തിൽ മർദ്ദിച്ചിരുന്നതായി അമ്പായിരം പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.